14 ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിലേക്ക് പോവുകയാണ് എന്നുള്ള വിവരമാണ്. രാഹുലിനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി അഴിക്കുള്ളിലാണ് കുറെ നാൾ. അതേസമയം തന്നെ ശക്തമായ നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇനി ഓപ്പൺ കോർട്ടിലായിരിക്കും നടപടിക്രമങ്ങൾ, ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോകുക. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അമൽ, പ്രതിഷേധവുമുണ്ട്. അമൽ, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിലും പ്രതിഷേധമുണ്ടായിരുന്നു അല്ലേ? പൂജ, യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രവർത്തകരെ വലിച്ചിഴച്ച് പോലീസ് നീക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാഹുലുമായുള്ള വാഹനത്തിന് ഇപ്പോൾ അവിടെ നിന്നും ഈ മജിസ്ട്രേറ്റിന്റെ വസതിയുടെ അവിടെ നിന്നും പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ വാഹനത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. രാഹുലുമായുള്ള വാഹനം ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ രാഹുലിന്റെ വാഹനത്തിന് തൊട്ട് പിന്നാലെ, നമ്മുടെ തൊട്ട് മുന്നിൽ പോകുന്ന വാഹനത്തിലാണ് രാഹുൽ ഉള്ളത്. ഈ വാഹനം നേരെ പോകുന്നത് മാവേലിക്കര സബ് ജയിലിലേക്കാണ്. ഈ വാഹനത്തിൽ നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന KL 01 DF 5214 എന്ന് പറയുന്ന വാഹനത്തിൽ ഇപ്പോൾ രാഹുൽ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നടുക്ക് രാഹുൽ ഇരിക്കുന്നു. അപ്പുറയും ഇപ്പുറയും പോലീസുകാരുണ്ട്. ഈ തൊട്ട് മുന്നിൽ മറ്റൊരു പോലീസ് വാഹനം കൂടി പൈലറ്റ് പോകുന്നുണ്ട്. അതിനാൽ തന്നെ അധികം വൈകാതെ വളരെ വേഗത്തിൽ തന്നെ രാഹുലിന് മാവേലിക്കരയിലേക്ക് രാഹുലിനെയും കൊണ്ടുള്ള വാഹനത്തിന് എത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പോലീസ് വാഹനം കൂടി നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ വാഹനത്തിന് തൊട്ട് മുന്നിലേക്ക് കയറിയിട്ടുണ്ട്. അതിനു മുന്നിൽ പോകുന്ന വാഹനത്തിലാണ് രാഹുൽ ഉള്ളത്. 3 പോലീസ് വാഹനങ്ങൾ. ആ പോലീസ് വാഹനത്തിൽ നിറയെ ആളുകൾ. കാരണം പ്രതിഷേധത്തിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നമ്മുടെ പിന്നിലും നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ മാറ്റിയ ശേഷമുള്ള പോലീസ് വാഹന വ്യൂഹം നമ്മുടെ പിന്നാലെയും എത്തുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. അവിടെയുള്ള പ്രവർത്തകരെ മാറ്റിയ ശേഷമാണ് അവരവിടെ നിന്നും പോന്നിരിക്കുന്നത്. അതിവേഗത്തിൽ തന്നെ വാഹനം മുന്നോട്ട് പോവുകയാണ്. അഞ്ചക്കാലം എത്തിയിരിക്കുന്നു. പത്തനംതിട്ട ടൗണിന്റെ ഒരു ഭാഗത്ത് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്നും, നേരത്തെ ആശുപത്രിയിൽ നിന്നും മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോയ അതേ വഴി തന്നെ മടങ്ങുകയാണ്. ഇപ്പോൾ തൊട്ട് മുന്നിൽ പോയ പോലീസ് വാഹനങ്ങൾ, അതായത് രാഹുലിനെയും കൊണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് വാഹനത്തിന്റെ എണ്ണം ഓരോ മിനിറ്റിലും കൂടുകയാണ്. ഈ പറയുന്ന അന്വേഷണ സംഘം അടക്കം സഞ്ചരിക്കുന്ന വാഹനമാണ് ഇപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ കയറി പോയിരിക്കുന്ന വാഹനത്തിലാണ് അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളത്. വേഗത്തിൽ വാഹന വ്യൂഹം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഞായറാഴ്ച, അതിനാൽ തന്നെ കാര്യമായ തിരക്ക് ഈ പത്തനംതിട്ട നഗരത്തിൽ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ, ട്രാഫിക് ഇല്ലാതെ വേഗത്തിൽ രാഹുലിനെ എത്തിക്കാൻ കഴിയും. കേരളത്തിലെ ഒരു MLA ജയിലിലേക്ക് പോകുന്നു. അതും തുടർച്ചയായ 3 പരാതികൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതി 3ാമത്തെ പരാതിയിൽ റിമാൻഡ് ചെയ്യുകയാണ്. വാഹനങ്ങൾ ഓരോന്നോരോന്നായി പോലീസ് വാഹനങ്ങൾ മുന്നിലേക്ക് കടക്കുന്നു. അങ്ങനെ വലിയ ഈ മുഖ്യമന്ത്രിയൊക്കെ സഞ്ചരിക്കുമ്പോൾ കാണുന്നതിന് സമാനമായുള്ള ഒരു കാഴ്ചയാണ് മുന്നിൽ കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് പോലീസ് വാഹനങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും പ്രതിഷേധമുണ്ടാകാമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. അതിനാൽ തന്നെയാണ് ഇത്രയധികം പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ രാഹുലിനെ ഇവിടെ നിന്നും മാറ്റുന്നത്. ഇപ്പോൾ ഈ ദൃശ്യം നമുക്ക് കൃത്യമാണ്. എത്രയോ വാഹനങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ പോകുന്ന 3ാമത്തെ വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന് അപ്പുറവും ഇപ്പുറവും പോലീസുണ്ട്. എവിടെ വേണമെങ്കിലും പ്രതിഷേധം ഉണ്ടാകാമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. അതിനാൽ തന്നെയാണ് നമ്മുടെ പിന്നിലും, ഈ നമ്മൾ പോകുന്ന വാഹനത്തിന് തൊട്ട് പിന്നിലും ഇതിന് സമാനമായി തന്നെയുള്ള കാഴ്ചയാണ് വാഹനങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആദ്യ പരാതിയിൽ രാഹുലിന് കൃത്യമായ സാവകാശം കിട്ടിയിരുന്നുവെങ്കിൽ, പരാതി വന്നുവെന്ന വാർത്ത വന്നതിന് ശേഷം രാഹുലിന് മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഇത് ഈ 2ാമത്തെ പരാതിയിൽ ഒളിവിലിരുന്ന് തന്നെ ജാമ്യാപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, 3ാമത്തെ പരാതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പഴുതടച്ച നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പോലീസിൽ നിന്ന് പോലും വിവരം ചോർന്നു പോകരുത് എന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വീണ്ടും രൂപീകരിക്കുന്നു. പാലക്കാടെയോ തിരുവനന്തപുരത്തെയോ പത്തനംതിട്ടയിലോ പോലീസിനെ വിവരങ്ങൾ അറിയിക്കാതെ അതീവ രഹസ്യമായുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇന്നലെ രാത്രി രാഹുലിന്റെ അറസ്റ്റും ഉണ്ടാവുകയാണ്. ഇന്നലെ രാത്രി 12:30 നാടകീയമായുള്ള നീക്കങ്ങൾ നടക്കുന്നു. രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ഈ പറയുന്ന 2 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അവരടക്കം പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് രാഹുലിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. ഇപ്പോഴെന്തായാലും രാഹുലുമായുള്ള വാഹന വ്യൂഹം ഇങ്ങനെ കടന്നു പോവുകയാണ്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് രാഹുലിന്റെ ഈ യാത്ര. ഇന്ന് രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ പലവട്ടം സമരപരമ്പരകളുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു കേസിൽ കേരളത്തിലെ ഒരു MLA ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വാഹന വ്യൂഹം ഇപ്പോൾ പത്തനംതിട്ട നഗരവും കടന്ന് മുന്നോട്ട് പോവുകയാണ്. പൂജ.